തല താമരയ്ക്ക് നൽകിയ കമ്മിണി, അതാണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് ഇത്ര ഈസിയായി ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞതിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനാണ്. അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്കാരെ, പ്രത്യേകിച്ച് തലസ്ഥാനത്തുള്ള ബി ജെ പിക്കാരെ, നിങ്ങൾ ഒരു വലിയ നന്ദി ആര്യ രാജേന്ദ്രൻ അറിയിക്കണം. അല്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. കാരണം നിങ്ങൾക്ക് ഇത്രയും ഈസിയായി ജയിക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ഐശ്വര്യവും. ഇപ്പൊ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരങ്ങൾ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി നിലനിൽക്കും. പക്ഷെ ബി ജെ പിക്ക് പിന്നെ അതിൽ PR ഒക്കെ നടത്താൻ ഒരുപാട് പൈസയൊക്കെ ചിലവുണ്ട്. അതൊന്നുമില്ല. വെറുതെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ബി ജെ പിയെ കേന്ദ്രത്തിൽ ഇങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ബി ജെ പി എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ കടപ്പെട്ടിരിക്കുന്നവരാണ്. അതുപോലെ തലസ്ഥാനത്തുള്ളവര്, പ്രത്യേകിച്ച് ജയിച്ചവരും തലസ്ഥാനത്തെ ബി ജെ പിക്കാരെല്ലാവരും, ബി ജെ പി അണികളായാലും ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവരായാലും പ്രവർത്തകരായാലും നേതാക്കന്മാരായാലും ആരായാലും മേയറൂട്ടിയോടൊപ്പം നിൽക്കണം. മേയറൂട്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെറും 34 സീറ്റ്, വെറുമെന്ന് പറയാൻ പറ്റില്ല, ബി ജെ പി ആഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ശ്രമവും താഴ്ത്തായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് 34 സീറ്റ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കി കൊടുത്തത്. 2ാം സ്ഥാനത്തേക്ക് ബി ജെ പി വന്നത്. പക്ഷെ 1ാം സ്ഥാനത്തേക്ക് ഇത്ര ഈസിയായി എത്താൻ കഴിയുമെന്ന് ആ സമയത്ത് അവർ വിചാരിച്ചില്ല. അന്ന് CPM 52 സീറ്റായിരുന്നു. ഇപ്പോ CPM ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ സ്ത്രീയെ മേയറാക്കുന്നു. വലിയ ബഹളങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്നവരാണ്. സ്ത്രീ അബലയല്ല, സ്ത്രീ ദുർബലയല്ല, സ്ത്രീക്ക് ഭരിക്കാൻ കഴിയും, അവൾക്ക് തലസ്ഥാനം അല്ലെങ്കിൽ ഒരു വലിയ പദവി കൊടുത്താൽ അതിനെ ഏത് തരത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയും എന്നൊക്കെ ഇതാ ഞങ്ങൾ കാണിച്ചു തരുന്നു. ലോകമേ നിങ്ങൾ കാണൂ, ഇത് ഞങ്ങളുടെ മാതൃകയാണ്. ഞങ്ങളിതാ വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള SFIയിൽ മാത്രം കറങ്ങിക്കൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങളിതാ തലസ്ഥാനത്തിന്റെ കൈകൾ ഏൽപ്പിക്കുകയാണ്. തല ഞങ്ങളിതാ എടുത്ത് മേയറമുട്ടിക്ക് കൊടുക്കുകയാണ്. പിന്നെ മേയർകുട്ടിയായി, പെങ്ങളുകുട്ടിയായി, മേയറമ്മയായി, അങ്ങനെ ആര്യ രാജേന്ദ്രൻ 5 വർഷം കൊണ്ട് വളർന്നു പന്തലിച്ചു. പക്ഷെ പാർട്ടി വളർന്നില്ല. തലസ്ഥാനത്ത് പാർട്ടി അമ്പേ പരാജയമായി. ഒറ്റ കാരണമുള്ളൂ ആര്യ രാജേന്ദ്രന്റെ ഭരണം. ജനങ്ങൾ അമ്പേ ആര്യ രാജേന്ദ്രന്റെ വെറുത്ത് പണ്ടാരമടക്കിച്ചു അവർ. കാരണം പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ വരെ ബി ജെ പിക്ക് ഇട്ടിട്ടു എന്നാണ് പറയുന്നത്. UDF ഇട്ടിട്ട് വലിയ പ്രയോജനമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. സത്യവ്യക്തത ഉണ്ടെന്ന് നമുക്കറിയില്ല. അവര് വരെ ബി ജെ പി വരട്ടെ എന്ന് കരുതി ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ CPM ഇനി വരണ്ട എന്ന് തീർത്തും. കാരണം ആര്യ രാജേന്ദ്രൻ ഭരണം അത്തരത്തിലായിരുന്നു. പ്രായക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാക്കന്മാരൊക്കെ എടുത്ത് തലയിൽ വെച്ചു. പിന്നെ എനിക്ക് പ്രായക്കുറവില്ല, ഞാൻ പക്വതയോടെയാണ് പെരുമാറുന്നത്, പ്രായമല്ല പക്വതയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം ആറ്റുകാലമ്മച്ചിക്ക് മണിയെടുത്തു. പൊങ്കാല കോവിഡ് കാരണം നടന്നില്ല. എന്നിട്ട് പറഞ്ഞു പൊങ്കാല നടന്നെന്നും പറഞ്ഞു കോടികൾ പറ്റിച്ചു. അതിനുശേഷം അവിടെ മലിനീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കോടികൾ പറ്റിച്ചു. ഒരു കുളം നവീകരിച്ചെന്ന് പറഞ്ഞിട്ട് കോടികൾ പറ്റിച്ചു. ആമിഴഞ്ചാൻ തോടിനെ നവീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരാൾ വീണ് മരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മേയറുടെ ഷോ ഓഫ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ രീതിയിലും തലസ്ഥാനത്തെ എന്താ പറയുക, ഇല്ലാതെ വികസനം എന്ന് പറയുന്നത് എനിക്ക് കണ്ടുപിടിക്കൂല എന്നാണ് മേയറമ്മ 5 വർഷം കാണിച്ചു കൊടുത്തത്. വികസനം, എന്ത് വികസനം? ആദ്യം ഞാനൊന്ന് വികസിക്കട്ടെ, ഞാനും എൻ്റെ വീടും ഞാനും എൻ്റെ ആൾക്കാരും ഒക്കെ ഒന്ന് വികസിക്കട്ടെ, എന്നിട്ട് മതി തിരുവനന്തപുരത്തിന്റെ വികസനം. ഇതായിരുന്നു മേയറമ്മയുടെ കണ്ണിൽ. അതായത് ഓഫീസിന് മൊത്തവും തന്റെ ബിൽഡപ്പിനുള്ള, തന്നെ പുകഴ്ത്താൻ കുറെ ആൾക്കാർ, തന്റെ ആൾക്കാരെ മാത്രം രഹസ്യമായി കത്തക്കയക്കും. ആർക്കെങ്കിലും ജോലി ആവശ്യമുണ്ടെങ്കിൽ വരിക, ഈ കോർപ്പറേഷനിൽ ഇത്ര വേക്കൻസികൾ ഒഴിവുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക. ഇങ്ങനെ പാർട്ടി ഓഫീസുകളിൽ നമ്മുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ അണ്ണാ, ഇവിടെ ജോലിയുണ്ട്, സാധാരണക്കാർക്ക് കൊടുക്കുമല്ലോ, നമ്മുടെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ അണ്ണാ, ഉണ്ടെങ്കിൽ വാ ജോലി കൊടുക്കുക. ഇതായിരുന്നു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്. അതായത് കോർപ്പറേഷനെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തെ വികസിപ്പിക്കുക, അതെന്റെ അമ്മച്ചിയാണ്, ജമ്മത്ത് ഞാനത് വികസിപ്പിക്കൂല, എന്നെ കൊന്നാലും ഞാൻ വികസിപ്പിക്കൂല, പക്ഷെ ഞാൻ എൻ്റെ ആൾക്കാരെയും എൻ്റെ വീടും എൻ്റെ കുടുംബവും ഞാൻ വികസിപ്പിക്കുക. അതിന്റെ വികസനത്തിൻ്റെതാണ് ഇപ്പോ തലസ്ഥാനത്തെ ജനങ്ങള് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് മുഖ്യം പറയുകയാണ് തീവ്രപരമായ അയ്യോ എന്തോ ഒരു വാക്ക് മുഖ്യം പറഞ്ഞു, ഞാനത് വിട്ടുപോയി. മുഖ്യൻ ഇതിനൊക്കെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഒരു ക്യാപ്സ്യൂളൊക്കെ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ അല്ല എന്ന് കാണിക്കാനായിട്ട്
ആളുകൾ തീവ്രപരമായ നിലപാടിലേക്ക് നീങ്ങുന്നു. എങ്ങനെയാണ് ഈ മാറ്റം ആളുകൾക്ക് സംഭവിച്ചത്? വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് മുഖ്യൻ പറയുന്നത്. ശബരിമലയിൽ സ്വർണ്ണം അടിച്ചോണ്ട് പോയപ്പോൾ പോലും ഇല്ലാത്തൊരു ആശങ്കയാണ് മുഖ്യന് ഈ തലസ്ഥാനം BJP പിടിച്ചപ്പോൾ ഉണ്ടാവുന്ന ഒരു ആശങ്ക. ഇന്നലെ റഹീമൊക്കെ വന്ന് അങ്ങോട്ട് പറയും, ഞങ്ങൾ ഇത് പഠിക്കും. പഠിക്കണ്ട, നിങ്ങൾ പഠിക്കണ്ട, ഞങ്ങൾ പഠിക്കാന്ന് പറഞ്ഞു തരാന്ന്. നിങ്ങൾ ഇനി പഠിച്ച് ഇതൊക്കെ കണ്ടെത്തി ഇതൊക്കെ എഴുതി എടുത്തൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കൂലേ? പഠിക്കാതെ തന്നെ ഞങ്ങൾ പറഞ്ഞു തരാം തോറ്റത് എന്തുകൊണ്ടാണെന്ന്. വികസനം ഇല്ല, ജനങ്ങൾ പൊറുതി മുട്ടി. പിന്നെ അഹങ്കാരവും തലക്കനും ആ പെണ്ണും പിള്ളയാണെങ്കിൽ തലസ്ഥാനത്തെ ജനങ്ങളെ മൊത്തവും വെറുപ്പിച്ചു വെച്ച്. പിന്നെ ആ പാവ പിന്നെ ഒരു KSRTC താൽക്കാലിക ജീവനക്കാരനാണ് ഈ ഇതു. അയാളുടെ അമ്മയുടെയും കൊച്ചിന്റെയും ഒക്കെ ശാപം ഈ പെണ്ണും പിള്ളേരെ തലയിൽ മുഴുവനുണ്ട്. കാരണം മിണ്ടാതെ പോയ ആ പാവത്തിനെ പിടിച്ച് കേസിലും ആക്കി. എന്നിട്ട് ഭാര്യയും ഭർത്താവിനെയും കേസിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ പാവത്തിനെ കേസിലും പെടുത്തി. അങ്ങനെ മൊത്തത്തില് ശാപവും ആളുകളുടെ തെറിവിളിയും ട്രോളും ഒക്കെ കൊണ്ട് മുങ്ങി താഴ്ന്ന കപ്പലിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു മുന്തിയ കമ്മി പറയുന്ന കേട്ടു. കപ്പലിൽ ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇനി മുങ്ങാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് സഹാക്കന്മാരെ, നിങ്ങൾ ആരും തോൽവിയുടെ അന്വേഷിച്ച് പഠിക്കാൻ പോണ്ട. നിങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം തോൽവിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണ്ട. അത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം തോൽവി എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് തോൽവിയുടെ കാരണം. അവിടെ പിന്നെ തീവ്രവാദമോ അല്ലെങ്കിൽ പിന്നെ തീവ്ര സമീപനം ഇതൊന്നും അല്ല തോൽവിക്ക് കാരണം. തലസ്ഥാനത്തെ ജനങ്ങൾക്ക് വികസനം വേണം. ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. അവിടെ ആര് ഭരിച്ചാലും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കും അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നിലപാടുകൾക്കും ഒക്കെ അപ്പുറം തിരുവനന്തപുരംകാർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വികസനം വേണം. ആ വികസനം ഇപ്പോഴും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരത്തുകാർക്കറിയാം. ഒരു മഴ ഒരു അരമണിക്കൂർ പെയ്യുന്നുണ്ട്, ഒരു 10 മിനിറ്റ് തോരാതെ ഒരു മഴ പെയ്താൽ ആ പിന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വഴി നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഈ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറും. വാഹനങ്ങളൊക്കെ കൊണ്ട് പകുതിയിടം ഒന്ന് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ്. അത്രയും ഒരു അടിസ്ഥാന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് നടത്തിയെടുക്കാൻ ഒരു ഓടകൾ കെട്ടിക്കൊണ്ട് വെള്ളം തിരിച്ചു വിടാനോ അവിടെ വെള്ളം കെട്ടിക്കിടക്കാനോ ഇതൊന്നും എന്നുള്ള സജ്ജീകരണങ്ങളില്ല. ഓടകൾ മുഴുവൻ കുത്തി ഒലിച്ച് നഗരത്തെ മുഴുവൻ വൃത്തികേടാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതിനിടയ്ക്കാണ് പറയുന്നത് അവിടെ വൃത്തിയായിട്ടില്ല, അവിടെ പിന്നെ എന്താ പറയുക എന്ത് വികസനമാണ് ഈ പെണ്ണുപിള്ള കൊണ്ടുവന്നതെന്ന് ഇപ്പോഴും അറിയില്ല. ഇനി ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോയി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങോട്ടേക്ക് വരണ്ട, നേമത്ത് നിന്നാലും ജയിക്കില്ല. ശിവൻകുട്ടി നിന്നാൽ ഒരുപക്ഷെ ജയിക്കായിരിക്കും. കാരണം ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, നേമ MLA, അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിനപ്പുറം ആരാവശ്യങ്ങൾ ചെന്ന് ചോദിച്ചാലും തന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. പൊതുവെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ബഹുമാനം ശിവൻകുട്ടിയുടെ നേമത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആര്യമോള് മോങ്ങിക്കൊണ്ടിരുന്നോ, കരഞ്ഞു മെഴുകിക്കൊണ്ടിരുന്നോ, നേമത്തേക്ക് വരരുത്, വന്നാലും നാണം കിട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. എന്തായാലും തലസ്ഥാനം BJPയുടെ കൈക്കെടുത്ത കമ്മിണിക്ക് 1000 അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഹാവേ.